ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് കല്യാണത്തിൻ്റെ തലേന്നുള്ള ദിവസമാണ്. രാവിലെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു കല്യാണം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബഹളമൊന്നുമില്ല. നേരം വെളുത്തു നമ്മളിങ്ങനെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ജിഷ വിളിച്ചിട്ട് ഞങ്ങളിത് അവിടെ എത്താനേന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നു, ചായയൊക്കെ കുടിച്ചു. ഒരു തന്നൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, അത് അപ്പം തന്നെ അൺബോക്സ് ചെയ്യണം രണ്ടാക്കും. പിന്നെ നമ്മൾ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ലഞ്ച് കഴിക്കുകയാണ്. മഞ്ഞച്ചോറും കറിയാണ്. കുറേ ദിവസമായി തന്നെ ആയിട്ട് എല്ലാവർക്കും ഇത് പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ ബോധം വന്നത് റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിക്കാഹ് ശനിയാഴ്ച കഴിഞ്ഞിട്ട് അന്ന് അനിയൻ വൈഫ് ഹൗസിലാണ് നിന്നത്. പിന്നെ പിറ്റേ ദിവസം സൺഡേ ആണിത്. എല്ലാവരും വൈകുന്നേരം അവർ രണ്ടാളും ഒരുമിച്ച് ഇങ്ങോട്ട് വരിക ചെയ്യുന്നത് രാത്രി. അപ്പോൾ ഞങ്ങളവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ചെറിയ പാട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ റൂം ഞങ്ങൾ വലിയ കാര്യമായിട്ട് ഡെക്കറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് വരുമ്പോൾ കാണുമ്പോൾ ഒരു ഫ്രഷ് ലുക്ക് കിട്ടാൻ വേണ്ടി മാത്രം. നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ ഇവർ ചുരത്തിലും കുറച്ച് ബ്ലോക്ക് ഉണ്ട്, ലേറ്റ് ആവുമെന്ന് വിളിച്ച് പറഞ്ഞു. 8:30 ആവും എത്താനെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ മുറ്റത്തുള്ള റോസാപ്പൂക്കളൊക്കെ പറിച്ച് വെറുതെ പേരൊക്കെ എഴുതി ആക്കി വെച്ച്. അങ്ങനെ എല്ലാവരും ഒരു വൈത്തിരിയൊക്കെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. മാമനും ഫാമിലിയൊക്കെ ഡ്രസ്സ് മാറാൻ വേറെ റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓരൊക്കെ അവിടെ നിന്ന് പോയി വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവർ അവസാനം അവർ വന്നു. ഞങ്ങളെല്ലാവരും വീടിനകത്തേക്ക് കയറി. ആദ്യം അവർക്ക് പായസം കൊടുത്തു, ഒരു മധുരം കൊടുത്ത് തുടങ്ങണമെന്നാണല്ലോ. പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് പാട്ടൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കഴിക്കാനിരുന്നു. അങ്ങനെ നേരം പരപരാപ്പലർന്നു. ഇപ്പം സമയം രാവിലെ 6:30. ഞാനും ഷെഫിയും കൂടെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പിക്ക് ചെയ്യാൻ പോവാണ്. വൈത്തിരി ഒരു റൂം എടുത്ത് നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. നല്ല കോടയാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ അവരെയും കുട്ടി വന്ന് ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്തതേ ഉള്ളൂ. അപ്പം മേക്കപ്പ് ചെയ്യും, അതൊരു 2 മണിക്കൂർ വരെ നീളുമെന്നാണ് പറയുന്നത്. അത്രയും ലേറ്റായിട്ട് കിടന്നുറങ്ങിയിട്ടും കുട്ടിപ്പട്ടാളങ്ങളൊക്കെ നേരത്തെ എണീച്ച് കളി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പിന്നെ ഇവനെ റെഡിയാക്കുന്ന ആർട്ടിസ്റ്റുകൾ നമ്മൾ തന്നെയാണ്. അങ്ങനെ രണ്ടാളും റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് ഗ്രൂമിൻ്റെയും ബ്രൈഡിൻ്റെയും ഡ്രസ്സ്. ഇതാണ് നമ്മളെ മദ്രസ ഹാള്. ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഉമ്മയും ഉപ്പയും എല്ലാവരെയും വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലേ ഉണ്ട്. അങ്ങനെ അരിഞ്ഞിക്കൽ ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ട്. അക്കു ഒക്കെ വന്നു. ഇത് ഹസ്നൻ്റെ ബ്രൈഡിൻ്റെ വീട്ടിൽ നിന്ന് വന്ന ആളുകളാണ്.
പിന്നെയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, എന്നാൽ ഭയങ്കര തിരക്കിലായിപ്പോയി. അതുകൊണ്ട് ഫുഡിൻ്റെ ഫോട്ടോ ബാക്കി കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ കല്യാണം ഉണ്ടായിരുന്നത്. വളരെ ഭംഗിയായിട്ട് ചെറിയൊരു രീതിയിൽ നടത്തിയൊരു കല്യാണമാണ്. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. അപ്പോൾ എല്ലാം നല്ല ഹൈറായിട്ട് കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ ആളും അരങ്ങേറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങളും തിരിച്ചു പോവാണ്. അവിടെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇന്ന് വേറെ പ്രോഗ്രാംസ് ഒന്നുമില്ല. എല്ലാവരും നല്ല ക്ഷീണത്തിലാണ്. വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.